ചത്താ മതിയെന്ന് തോന്നുക. അല്ലെങ്കിൽ തന്നെ ഞാനിനി എന്തിനാ ജീവിക്കുന്നത്? മോളെ, മരിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ കാണിച്ച ധൈര്യമൊക്കെ ചോർന്നു പോയോ? മോളെ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നിന്റെ ഈ കണ്ണീരുകൊണ്ടും അവനോടുള്ള സ്നേഹം കൊണ്ടും ഒന്നും തൽക്കാലം അവനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും സച്ചേട്ടാ? അച്ഛൻ എന്താ വരാത്തെന്ന് മോൾ ഒരു ദിവസം എത്ര തവണയാ ചോദിക്കണെന്നറിയോ? എനിക്ക് അവളോട് പറയാനൊരു മറുപടി ഇല്ല. നിന്നോട് പറയാൻ എന്റെ കയ്യിൽ ഒരു മറുപടിയില്ല. പക്ഷേ ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് അല്ല, ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാനിപ്പോ നിന്നോട് സംസാരിക്കുന്നത്. എനിക്ക് മൂക്കും ആരുമില്ലാത്ത പോലെ തോന്നുക സച്ചേട്ടാ. സന്ദീപും നീയും പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതിന് എത്രയോ മുമ്പ് അർച്ചനയെ ഞാൻ കല്യാണം കഴിച്ചത് മുതൽ ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയതാ. എന്റെ അനിയന്റെ ഭാര്യയായിട്ടോ അർച്ചനയുടെ അനിയത്തിയായിട്ടോ അല്ല, എന്റെ കൂടപ്പിറപ്പായിട്ട് തന്നെയാ ഈ ഏട്ടൻ നിന്നെ കണ്ടിട്ടുള്ളത്. നീ ധൈര്യം കൈവിടരുത്. ജീവിതമാകുമ്പോ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാറ്റും കോളും ഇടിമിന്നലും പേമാരിയും എല്ലാം വരും. ചിലപ്പോ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ അടർന്നു പോയിന്ന് വരാം. തളർന്നു പോയാ അവിടെ തീർന്നുവല്ല, പിന്നൊരു ഉയർത്തെഴുന്നേൽപ്പില്ല. നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് ആരുടെയും മുമ്പിൽ കരഞ്ഞു തളർന്നിട്ടല്ല, പ്രശ്നങ്ങളെ നേരിട്ട് തന്നെയാ. എനിക്കിതിന് പറ്റുന്നില്ല സച്ചേട്ടാ. സന്ദീപില്ലാതെ എനിക്ക് പറ്റില്ല. എല്ലാം കരങ്ങി തെളിയും. സന്ദീപ് നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അന്ന് നിന്റെ ഈ കണ്ണീരിന് വിലയുണ്ടാവും. അതുവരെ നീ തളർന്നു പോയ അമ്മുക്കുട്ടിയുടെ അവസ്ഥ എന്താവും? അവളുടെ ഭാവി നോക്കണ്ടേ? അവളെ വളർത്തണ്ടേ? തളർന്നു പോകുന്നു തോന്നുമ്പോ അമ്മുക്കുട്ടിയുടെ മുഖം ഓർത്താ മതി. ധൈര്യം താനും വന്നോളും.